നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ചീമേനി ചെമ്പ്രകാനത്ത് അമ്മയെയും 2 മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. അമ്മയെ കൈഞ്ഞരമ്പ് മുറിച്ച് തൂങ്ങി മരിച്ച നിലയിലും മക്കളെ വിഷമകത്ത് ചെന്ന് മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ M. രമയ്ക്കെതിരെയുള്ള മുഴുവൻ അച്ചടക്ക നടപടികളും ഹൈക്കോടതി റദ്ദ് ചെയ്തു. സർക്കാർ സമർപ്പിച്ച കുറ്റപത്രം ഉൾപ്പെടെയാണ് റദ്ദ് ചെയ്തത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ചിത്രം തെളിഞ്ഞു. മത്സര രംഗത്ത് 9 പേർ. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘനം. കാസർഗോഡ് മണ്ഡലത്തിലെ NDA UDF സ്ഥാനാർത്ഥികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. പാനൂർ ബോംബ് സ്ഫോടനം. സംഭവത്തിന് പിന്നിൽ P. ജയരാജനും പിണറായി വിജയനുമെല്ലാം പങ്കുണ്ടെന്ന് AP അബ്ദുല്ലക്കുട്ടി. കുമ്പളയിലും പരിസര പ്രദേശങ്ങളിലും കവർച്ച പെരുകുന്നത് ആശങ്ക ഉയർത്തുന്നു. 1 മാസത്തിനിടെ മാത്രം നടന്നത് 3 കവർച്ചകൾ. കാസർഗോഡ് പൈവെളികയിൽ സ്ഫോടക വസ്തുക്കളുമായി 2 പേർ പിടിയിൽ. കരിങ്കൽ ക്വാറിയിലേക്ക് അനധികൃതമായി കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കളാണ് പിടികൂടിയത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ചീമേനി ചെമ്പ്രകാനത്ത് അമ്മയെയും 2 മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ചെമ്പ്രകാനത്തെ 34-കാരിയായ സജീന, 9 വയസ്സുകാരനായ മകൻ ഗൗതം, 6 വയസ്സുകാരനായ മകൻ തേജസ് എന്നിവരാണ് മരിച്ചത്. സജീനയെ കൈഞ്ഞരമ്പ് മുറിച്ച് തൂങ്ങി മരിച്ച നിലയിലും മക്കളെ വീട്ടിനകത്ത് വിഷമകത്ത് ചെന്ന് മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. അമ്മയെയും 2 മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ചീമേനി ചെമ്പ്രകാനത്താണ് സംഭവം. ചെമ്പ്രകാനത്തെ സജീന, മക്കളായ ഗൗതം, തേജസ് എന്നിവരാണ് മരിച്ചത്. സജീനയെ കൈഞ്ഞരമ്പ് മുറിച്ച് തൂങ്ങി മരിച്ച നിലയിലും മക്കളെ വീടിനകത്തെ വിഷം അകത്ത് ചെന്ന് മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. സജീന മക്കളെ കഴുത്തു ഞെരിച്ച് കൊന്ന ശേഷം ആത്മഹത്യ ചെയ്തതാണെന്നാണ് നിഗമനം. പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ UD ക്ലർക്കാണ് മരിച്ച സജീന. ചോയ്യങ്കോട് KSEB സബ് എഞ്ചിനീയറായ രഞ്ജിത്താണ് സജീനയുടെ ഭർത്താവ്. വിവരമറിഞ്ഞ് ചീമേനി പോലീസ് സ്ഥലത്തെത്തി. സംഭവത്തിൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. മരണകാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ M. രമയ്ക്കെതിരെയുള്ള മുഴുവൻ അച്ചടക്ക നടപടികളും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദ് ചെയ്തു. M. രമയ്ക്കെതിരെ സർവീസിൽ നിന്നും വിരമിക്കുന്ന അവസാന പ്രവൃത്തി ദിവസം സർക്കാർ സമർപ്പിച്ച കുറ്റപത്രം ഉൾപ്പെടെയാണ് കോടതി റദ്ദ് ചെയ്തത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ M. രമയ്ക്കെതിരെയുള്ള നടപടിയിൽ SFIക്കും സർക്കാരിനും തിരിച്ചടി. SFI വിദ്യാർത്ഥിയെ അപമാനിച്ചെന്ന പരാതിയിൽ സ്വീകരിച്ച സർക്കാർ നടപടികളെല്ലാം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. രമയ്ക്കെതിരായ അന്വേഷണം ഏകപക്ഷീയമെന്നും കോടതി പറഞ്ഞു. അധ്യാപികയെ തടഞ്ഞുവെച്ചതടക്കമുള്ള പരാതികളിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് കോടതി ചോദിച്ചു. നടപടികളിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്നും കോടതി വിലയിരുത്തി. SFIക്കെതിരെ ലഹരി ആരോപണവും അസാൻമാർഗിക പ്രവർത്തനങ്ങളും ആരോപിച്ച പ്രിൻസിപ്പാളിനെതിരെ സർക്കാർ കൈക്കൊണ്ട എല്ലാ നടപടികളും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ഇതിനു പുറമെ സർവീസിന്റെ അവസാന പ്രവൃത്തി ദിവസം രമയ്ക്കെതിരെ ഇറക്കിയ കുറ്റപത്രവും ഹൈക്കോടതി റദ്ദാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രേരണയിലെടുത്ത വകുപ്പ് തല അന്വേഷണവും റദ്ദാക്കിയിട്ടുണ്ട്. വകുപ്പ് തല നടപടിയെടുക്കുവാൻ കോഴിക്കോട് കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അന്വേഷണ ചുമതല നൽകിയപ്പോൾ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടപടി സ്റ്റേ ചെയ്തിരുന്നു. തുടർന്നായിരുന്നു രമയ്ക്കെതിരായ പഴയ പരാതിയിൽ വകുപ്പ് തല നടപടിയുടെ ഭാഗമായി വിരമിക്കുന്ന അവസാന പ്രവൃത്തി ദിവസം കുറ്റപത്രം നൽകിയത്. ഡോക്ടർ രമ സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം മുഖേനയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ജഡ്ജിമാരായ മുഹമ്മദ് മുഷ്താഖ്, ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ചിത്രം തെളിഞ്ഞു. മത്സര രംഗത്ത് 9 പേർ. സൂക്ഷ്മ പരിശോധനയിൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളും മത്സര രംഗത്തുണ്ട്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയം അവസാനിച്ചതോടെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 9 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. സൂക്ഷ്മ പരിശോധനയിൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച സ്ഥാനാർത്ഥികൾ എല്ലാവരും മത്സര രംഗത്തുണ്ട്. സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നവും അനുവദിച്ചു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം വരണാധികാരി ജില്ലാ കളക്ടർ K. ഇമ്പശേഖറാണ് ചിഹ്നം അനുവദിച്ചത്.
ML അശ്വിനി ഭാരതീയ ജനതാ പാർട്ടി താമര ചിഹ്നത്തിലും MP ബാലകൃഷ്ണൻ മാസ്റ്റർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ചുറ്റിക അരിവാൾ നക്ഷത്രം ചിഹ്നത്തിലും രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈ ചിഹ്നത്തിലും മത്സരിക്കും. ബഹുജൻ സമാജ് പാർട്ടി സ്ഥാനാർത്ഥി സുകുമാരി M ആന ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ അനീഷ് പയ്യന്നൂരിന് ഓട്ടോറിക്ഷയും, N കേശവനായിക്കിന് കരിമ്പും കർഷകനും, N ബാലകൃഷ്ണന് ചെസ് ബോർഡും, K മനോഹരന് ബാറ്റും, KR രാജേശ്വരിക്ക് സൈക്കിൾ പമ്പ് ചിഹ്നവുമാണ് അനുവദിച്ചിരിക്കുന്നത്. പാർലമെന്റ് മണ്ഡലത്തിലെ 9 സ്ഥാനാർത്ഥികളിൽ 3 പേർ വനിതകളാണ്. NDA സ്ഥാനാർത്ഥി ML അശ്വിനിക്ക് പുറമെ BSP സ്ഥാനാർത്ഥി വിദ്യാനഗർ മുട്ടത്തോടി കുബണൂരിലെ M സുകുമാരിയും വിദ്യാനഗർ നെൽക്കളയിലെ KR രാജേശ്വരിയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി പോർക്കളത്തിലുണ്ട്. കോടതിയിലെ റിട്ടയർഡ് ജീവനക്കാരിയായ സുകുമാരി ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് ഗോദയിൽ ഇറങ്ങുന്നത്. BSP ദേശീയ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളുടെ പിന്തുണയോടെയാണ് മത്സരിക്കുന്നതെന്നും പര്യടനം ആരംഭിച്ചതായും സുകുമാരി വ്യക്തമാക്കി. കാസർഗോഡ് നഗരസഭയിലെ CDS അംഗമായിരുന്ന വിദ്യാനഗർ നെൽക്കളയിലെ KR രാജേശ്വരി ആദ്യമായാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നത്. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവരും അയൽവാസികളും ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് കെട്ടിവയ്ക്കുവാനുള്ള പണം നൽകിയതെന്ന് രാജേശ്വരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് കാസർഗോഡ് മണ്ഡലത്തിലെ 2 സ്ഥാനാർത്ഥികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ML അശ്വിനി, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് കാസർഗോഡ് മണ്ഡലത്തിലെ 2 സ്ഥാനാർത്ഥികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സ്ഥാനാർത്ഥികളായ ML അശ്വിനി, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവർക്കാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം നോഡൽ ഓഫീസറും സബ് കളക്ടറുമായ സൂഫിയാൻ അഹമ്മദ് നോട്ടീസ് നൽകിയത്. മുൻകൂട്ടി അനുമതി വാങ്ങാതെ ആളുകളെ പങ്കെടുപ്പിച്ച് റോഡ് ഷോ നടത്തിയതിനും പ്രചാരണത്തിനായി അനുമതിയില്ലാതെ വാഹനം ഉപയോഗിച്ചതിനുമാണ് അശ്വിനിക്ക് നോട്ടീസ് നൽകിയത്. 48 മണിക്കൂറിനകം മറുപടി നൽകിയില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും നോഡൽ ഓഫീസർ കാരണം കാണിക്കൽ നോട്ടീസിൽ വ്യക്തമാക്കി. രാജ്മോഹൻ ഉണ്ണിത്താന് മുൻകൂട്ടി അനുമതി വാങ്ങാതെ റോഡ് ഷോ നടത്തിയതിനും പ്രചാരണത്തിനായി വാഹനം രൂപമാറ്റം വരുത്തിയതിനും അനുമതിയില്ലാതെ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചതിനും റോഡ് ഷോയുടെ ഭാഗമായി പടക്കം പൊട്ടിച്ചതിനും കുട്ടികളെ റാലിയിൽ പങ്കെടുപ്പിച്ചതിനുമെതിരെയാണ് നോട്ടീസ് നൽകിയത്. പാനൂർ ബോംബ് സ്ഫോടനം സംഭവത്തിന് പിന്നിൽ P ജയരാജനും പിണറായി വിജയനുമെല്ലാം പങ്കുണ്ടെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. കാസർഗോഡ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അബ്ദുള്ളക്കുട്ടി. CPM പറയുന്നത് ഞങ്ങൾക്ക് ആ ബോംബ് നിർമ്മാണത്തിൽ യാതൊരു പങ്കുമില്ല. എല്ലാ സംഭവം ഉണ്ടായാലും അവരങ്ങനെയാണ് പ്രസ്താവിക്കുക. പക്ഷേ സുധീർ കുമാർ എന്ന് പറയുന്ന സീനിയർ ഏരിയ കമ്മിറ്റി മെമ്പറുടെ നേതൃത്വത്തിൽ അവിടുത്തെ സ്ഥലം MLA ഉൾപ്പെടെ ഈ ക്രിമിനലുകളുടെയൊക്കെ വീട്ടിൽ പോയി. പിണറായി വിജയൻ പറയുകയാണ് അത് മനുഷ്യപ്പറ്റിൻ്റെ പ്രശ്നമായിട്ട് കണ്ടാൽ മതി. P ജയരാജൻ പറയുന്നു, അങ്ങനെ പറയുന്നു. ഇപ്പം ഈ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ബോംബ് നിർമ്മാണത്തിൻ്റെ പിന്നിൽ P ജയരാജനും പിണറായി വിജയനൊക്കെ പങ്കുണ്ട്. അവിടെ ഒരു കരിയിൽ അനങ്ങണമെങ്കിൽ CPM പിണറായി വിജയനെ അറിയണം. അപ്പം നിങ്ങളിൽ പലരും ചോദിക്കുക ഇലക്ഷൻ്റെ സമയത്ത് എന്തിനാണ്? CPM വലിയ പ്രതിസന്ധിയിലാണ്. അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ആളുകൾ വലിയ അടിയൊഴുക്കാണ്. കൂടുതൽ ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നു. അപ്പം ഈ ബോംബ് നിർമ്മിച്ച് ഗ്രാമങ്ങളിലൊക്കെ സംഘർഷ സാഹചര്യം ഉണ്ടാക്കി ആളുകളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഇതിൻ്റെ CPMൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് തടയാൻ സാധിക്കില്ല. SDP വോട്ട് UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇവിടെ വലിയ വിവാദമായപ്പോൾ BD സതീശൻ വന്നിട്ട് പറഞ്ഞു SDP വോട്ട് വേണ്ടണം എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഭാഷയും ശരീരഭാഷയും കണ്ടാൽ അങ്ങനെയാണ്. പക്ഷേ ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു, മിസ്റ്റർ ഉണ്ണിത്താൻ, നിങ്ങൾ ഉണ്ണിത്താനായിട്ടാണ് ഇവിടെ വന്നത്, ഇപ്പോൾ ഉണ്ണിച്ചായി എന്നാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷെ നിങ്ങളോട് വെല്ലുവിളിച്ച് ചോദിക്കുന്നു, SDP വോട്ട് വേണ്ട, രാജ്യദ്രോഹികളായ SDP വോട്ട് വേണ്ട എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ണിത്താനുണ്ടോ? ഈ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയണം. കേവലം ഐമാസ് ലൈറ്റ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വികസനം. അവർ പാർലമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഒന്നും ഇടപെടാറില്ല. പാർലമെൻറ്റിന് പുറത്ത് മുദ്രാവാക്യം വിളിക്കാനേ ഉള്ളൂ. കുമ്പളയിലും പരിസര പ്രദേശങ്ങളിലും കവർച്ച പെരുകുന്നത് ആശങ്കയുയർത്തുന്നു. ഒരു മാസത്തിനിടെ മാത്രം നടന്നത് 3 കവർച്ചകൾ.
കുമ്പളയിലും പരിസരങ്ങളിലും കവർച്ചകൾ പെരുകുന്നു. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം ആരിക്കാടിയിലെ വീട്ടിൽ നിന്നും 5 പവനും 9,000 രൂപയും കവർന്നു. ആരിക്കാടി കുന്നിലെ അബൂബക്കറിന്റെ വീട്ടിൽ നിന്നാണ് സ്വർണവും പണവും കവർന്നത്. ഇരുനില വീടിന്റെ അടുക്കള വാതിൽ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ താഴത്തെ നിലയിലെ കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച സ്വർണവും പണവുമാണ് കവർന്നത്. നഗര പരിസരങ്ങളിൽ 1 മാസത്തിനുള്ളിൽ നടന്ന 3ാമത്തെ കവർച്ചയാണിത്. നേരത്തെ ശാന്തിപ്പള്ളയിലെ സുബൈറിന്റെ വീട്ടിൽ നടന്ന കവർച്ചയിൽ 20 പവനും വിദേശ കറൻസിയും നഷ്ടപ്പെട്ടിരുന്നു. അതേ ദിവസം തന്നെ കൃഷ്ണനഗറിലെ വീട്ടിലും കവർച്ചാ ശ്രമമുണ്ടായി. ഏതാനും മാസം മുൻപ് നായിക്കാപ്പിലെ ബാങ്ക് ജീവനക്കാരൻ്റെയും തയ്യൽ തൊഴിലാളിയുടെയും വീട്ടിൽ പകൽ നടന്ന കവർച്ചയിൽ 30 പവൻ നഷ്ടപ്പെട്ടിരുന്നു. കട്ടത്തടുക്കയിലെ വീട്ടിൽ 2 പ്രാവശ്യമായി നടന്ന കവർച്ചയിൽ 35 പവനാണ് നഷ്ടപ്പെട്ടത്. പച്ചമ്പളയിൽ കടകളിൽ ചെറിയ മോഷണങ്ങൾ നിത്യസംഭവങ്ങളാണ്. സമീപകാലത്തായി കുമ്പളയിൽ നടന്ന കവർച്ചാ കേസുകളിലൊന്നും പ്രതികളെ കണ്ടെത്തുവാൻ കഴിയാത്തതിൽ ജനങ്ങൾ ഭീതിയിലാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പൈവളികയിൽ സ്ഫോടക വസ്തുക്കളുമായി ജാർഖണ്ഡ് സ്വദേശി ഉൾപ്പെടെ 2 പേർ പിടിയിൽ. കരിങ്കൽ ക്വാറിയിലേക്ക് അനധികൃതമായി കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കളാണ് പിടികൂടിയത്. കണ്ണൂർ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന. പൈവളികെ ദൈഗോളിയിൽ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന കരിങ്കൽ ക്വാറിയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിലായി. മലപ്പുറം ചേലേപ്ര പുള്ളിപ്പറമ്പ് സ്വദേശി അബ്ദുൽ ഖാദർ, ജാർഖണ്ഡ് ബൈൽപാഹാദി സ്വദേശി സുജിത് തിഗ്ഗ എന്നിവരാണ് അറസ്റ്റിലായത്. സ്ഥലം ഉടമയ്ക്കെതിരെയും പോലീസ് കേസെടുത്തു. പരിശോധനയിൽ 33 ജലാറ്റിൻ സ്റ്റിക്കുകളും 25 ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും സ്ഫോടനം നടത്തുവാൻ ഉപയോഗിക്കുന്ന സ്വിച്ച് ബോക്സുകളും കണ്ടെടുത്തു. കൊടലമുഗർ ബോർക്കള മുൻഷിബ് മെറ്റൽസ് എന്ന സ്ഥാപനത്തിലാണ് പരിശോധന നടത്തിയത്. നിയമവിരുദ്ധമായി സ്ഫോടനം നടത്തി കരിങ്കൽ ഖനനം നടത്തുന്നതിനായി യാതൊരുവിധ രേഖകളുമില്ലാതെ അനധികൃതമായാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സ്ഫോടക വസ്തുക്കൾ ക്വാറിയിൽ ഉപയോഗിച്ചതിനുള്ള വകുപ്പ് പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തുവാൻ സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൈവളികയിലെ ക്വാറിയിൽ പോലീസ് പരിശോധന നടത്തിയത്. പോലീസ് സംഘത്തിൽ ഇൻസ്പെക്ടർ കെ രാജീവ് കുമാർ, SI-മാരായ ലിനേഷ്, സുമേഷ് രാജ്, സിവിൽ പോലീസ് ഓഫീസർ ധനേഷ്, ഡ്രൈവർ പ്രശോഭ് എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രാർത്ഥനയുടെയും സമർപ്പണത്തിൻ്റെയും ദിനങ്ങളെ ഓർമ്മപ്പെടുത്തി ഒരു റമദാൻ കാലം കൂടി വിടവാങ്ങുമ്പോൾ ചെറിയ പെരുന്നാൾ സുഗന്ധപൂർണ്ണമാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് കാസർഗോട്ടെ വിശ്വാസികൾ. സുഗന്ധം പകരുവാൻ ഊതിൻ്റെ അത്തറുകളുമാണ് ഇത്തവണത്തെ താരം. കാസർഗോട്ടെ അത്തർ വിപണിയുടെ സ്പെഷ്യൽ റിപ്പോർട്ട് കാണാം. മനം മയക്കുന്ന സുഗന്ധങ്ങളുടെ ലോകത്ത് വൈവിധ്യങ്ങളുടെ പരിമളം പരത്തുകയാണ് കാസർഗോട്ടെ അത്തർ വിപണി. സ്വദേശിയും വിദേശിയുമടക്കം 100 കണക്കിന് വ്യത്യസ്തമായ അത്തറുകളാണ് ചെറിയ പെരുന്നാളിന് മാറ്റേകാൻ കടകളിൽ എത്തിയിരിക്കുന്നത്. മുഹമ്മദ് നബി പോലും സുഗന്ധദ്രവ്യങ്ങൾ പൂശിയിരുന്നതായി വിശ്വാസമുണ്ട്. അതിനാൽ തന്നെ പെരുന്നാൾ വിപണിയിൽ അത്തറിൻ്റെ സാന്നിധ്യം ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഊതിൻ്റെ അത്തറുകളിൽ പ്രധാനികളായി അറിയപ്പെടുന്ന മഹലത്ത് ഊത്, അംബർ ഊത്, കാരമൽ ഊത്, കവാലി ഊത്, വൈറ്റ് ഊത്, ഊത് മലാക്കി, മൊഹലത്ത് മലാക്കി എന്നിവയ്ക്കാണ് ആവശ്യക്കാർ ഏറെ. ഇവ കൂടുതലും ദുബായ്, കുവൈത്ത്, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നുമാണ് വിപണിയിലെത്തുന്നത്. 50 മുതൽ 15,000 രൂപ വരെ വില വരുന്ന സുഗന്ധദ്രവ്യങ്ങൾ വിപണിയിലുണ്ട്. പണ്ട് കാലങ്ങളിൽ പള്ളികളിലെ ഉസ്താദുമാർ കൂടുതലും ഉപയോഗിച്ചിരുന്ന സ്വർഗത്തിലെ പൂന്തോട്ടം എന്നർത്ഥം വരുന്ന ജന്നത്തുൽ ഫിർദോസിന് പ്രിയം ഏറെയാണ്. കൂടാതെ കൂൾ വാട്ടർ, ഫോഗ്, റോയൽ മിറാജ്, റോയലി, മധുക്ക, മറിയം, ബ്രൂട്ട് എന്നിവയും വിപണിയിലെത്തിയിട്ടുണ്ട്. 500ഓളം വ്യത്യസ്ത ഇനങ്ങളിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ വിപണിയിലുണ്ടെന്നാണ് കാസർഗോഡ് നിത പെർഫ്യൂംസിലെ സുഗന്ധദ്രവ്യ വ്യാപാരി അബ്ദുൾ റസാഖ് പറയുന്നത്. രാത്രി നല്ല കച്ചവടം ഉണ്ടാകും. 8 മണിക്ക് ശേഷം നല്ല ഒരു 2 മണി വരെ നല്ല കസ്റ്റമർ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല തിരക്കാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് നോമ്പ് 27 കഴിഞ്ഞതിന് ശേഷം അത്തറിന് നല്ല തിരക്കാണ്. ഫുള്ള് ബ്രാൻഡ് ഐറ്റംസിൻ്റെ അത്തറാന്ന് ചോദിച്ചു വരുന്നത്. നമ്മളിവിടെ സ്പ്രേ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഏത് സ്മെല്ല് വേണോ ആ സ്മെല്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ബ്രാൻഡ് ഐറ്റംസിൻ്റെ സാധനമുണ്ട്. ഈ ഡിപ്റ്റിക്കോ എന്നെല്ലാം പറയുന്ന സാധനമുണ്ട്, അതെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്.
ഡിപ്റ്റിക്ക് ഉണ്ടല്ലോ, ഡിപ്റ്റിക്ക് വെച്ചാൽ SRK ഉപയോഗിച്ച സാധനം നട്ടാൽ കസ്റ്റമർ ചോദിച്ചു വരുന്ന സാധനമാണ്. അതിന് ശരിക്കും ഒരു 22,000 രൂപ എൻ്റെ ബ്രാൻഡ് പെർഫ്യൂംസിനുണ്ട്. ഞങ്ങളിവിടെ 1300, 1500 50 ml ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഗ്യാരൻറ്റിയോട് കൂടിയിട്ട്. പിന്നെ മാറ്റാനുള്ള ഓപ്ഷനെല്ലാം ഉണ്ട്, മണമില്ലെങ്കിൽ ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷനെല്ലാം ഉണ്ട്. ഇത് ഫ്രാൻസിൻ്റെ ഐറ്റമാണ്. ഞങ്ങൾ ദുബായ് മേഡായിട്ട് ഇതായിട്ട് വരുന്നത്. നമ്മൾ തന്നെ മാനുഫാക്ചറുണ്ട്, നിത പെർഫ്യൂംസിൻ്റെ മാനുഫാക്ചറുണ്ട്. കഴിഞ്ഞ 18 വർഷമായി സുഗന്ധദ്രവ്യ വ്യാപാര രംഗത്തെ നിറസാന്നിധ്യമാണ് അബ്ദുൾ റസാഖ്. കാസർഗോഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വർഷങ്ങളായി അബ്ദുൾ റസാഖിന്റെ കടയിലെത്തുന്നവരും നിരവധിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഈടുന്നാന്ന് പർച്ചേസ് ചെയ്യല്. നല്ല സാധനമാണ് ഇവിടെ കിട്ടുന്നത്. എപ്പോഴും ഒരു തട്ടിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈടെയുള്ള അതേ സാധനം തന്നെ ഉപ്പള വേറെ ഷോപ്പുണ്ട്. ആടുന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മഞ്ചേശ്വരത്ത് വന്നിട്ട് ഉപ്പളത്ത് പർച്ചേസ് ചെയ്യലുണ്ട്. അവരുടെ അടുത്ത് ഊതുണ്ട്, അത്തറുണ്ട്, പിന്നെ അമ്പറുണ്ട്, എല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നല്ല നല്ല പർച്ചേസ് ചെയ്യാനും പറ്റും. നമുക്ക് ഇതിനെ നമുക്ക് ആൾക്കാരായിട്ട് നല്ലൊരു ബന്ധവും കാര്യങ്ങളെല്ലാം നല്ല ഇതുണ്ട്. ഒരുപാട് ആൾ ദൂരത്ത് ഒരുപാട് ആൾ വരുന്നുണ്ട്, സാധനമെല്ലാം എടുക്കുന്ന നല്ല സാധനമാണ് അവർ. അത്തറിനോടൊപ്പം പെരുന്നാളിന് ചന്തം ചാർത്താനുള്ള തൊപ്പികളും വിപണിയിൽ സുലഭമാണ്. കാസർഗോഡിന്റെ പെരുമ കടൽ കടത്തിയ തളങ്കര തൊപ്പിയുടെ നിർമ്മാണം നിലച്ചതോടെ തൊപ്പി വിപണിയിലെ തളങ്കര പെരുമ ഇല്ലാതായിരിക്കുന്നു. മുംബൈയിൽ നിന്നെത്തുന്ന ഒമാൻ തൊപ്പികളാണ് തൊപ്പി വിപണി കൈയടക്കിയിരിക്കുന്നത്. തൊപ്പികൾക്കൊപ്പം വീടുകൾ സുഗന്ധപൂരിതമാക്കുന്ന ബക്കൂറുകൾ, നിസ്കരിക്കാനുള്ള മുസല്ലകൾ എല്ലാം വിപണിയിൽ സുലഭമായി കഴിഞ്ഞു. ചെറിയ പെരുന്നാളിനായുള്ള കാത്തിരിപ്പിലാണ് വിശ്വാസികൾ. പെരുന്നാളിന് സുഗന്ധം പൂശുകയെന്നത് ആചാരമാണ്. മുഹമ്മദ് നബി പോലും സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചിരുന്നതായാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കാസർഗോട്ടെ അത്തർ വിപണി ഉണർന്നിരുന്നു. ക്യാമറ പേഴ്സൺ ഗണേഷ് പൈക്കിയോടൊപ്പം അമ്പിളി ബാലശോമ, KCN ന്യൂസ്, കാസർഗോഡ്. ദുബായ് KMCC മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ വ്യത്യസ്ത പരിപാടിയായ ഹദിയത്ത് അൽ ഈദ് ഏറെ ശ്രദ്ധേയമായി. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ ഏറ്റവും സജീവമായ MSF പ്രവർത്തകരെ കണ്ടെത്തി പെരുന്നാളിനുള്ള പോക്കറ്റ് മണി നൽകിയാണ് ഹദിയത്ത് അൽ ഈദ് സംഘടിപ്പിച്ചത്. ദുബായ് KMCC മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ഹദിയത്ത് അൽ ഈദ് പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ ഏറ്റവും സജീവമായ MSF പ്രവർത്തകരെ കണ്ടെത്തി പെരുന്നാളിനുള്ള പോക്കറ്റ് മണി നൽകിയാണ് ഹദിയത്ത് അൽ ഈദ് സംഘടിപ്പിച്ചത്. 100ഓളം പ്രവർത്തകർക്ക് പോക്കറ്റ് മണി നൽകി. പരിപാടി KB കുഞ്ഞാമു ഹാജി ഉദ്ഘാടനം ചെയ്തു. ആദ്യം തന്നെ അവരൊരു കൈത്താങ്ങായി മാറിയിട്ടുള്ളത് MSFനെയാണ്. തീർച്ചയായും അതൊരു വലിയൊരു കാര്യമാണ്. മുസ്ലിം ലീഗിൻ്റെ ആശയാദർശങ്ങൾ ഉറച്ച് നിൽക്കുന്ന അവരുടെ ഹൃദയത്തിൽ മുസ്ലിം ലീഗിൻ്റെ മാത്രം ആശയാദർശങ്ങൾ അവരുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് ഈ MSFനെ താലോലിക്കാനും അവർക്ക് വേണ്ട സഹായം ചെയ്യുവാനുമൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഒന്നും കൂടി KMCC മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയെ അഭിനന്ദിക്കാം. അതുപോലെ തന്നെ ലോകത്തിൽ പകരം വെക്കാനില്ലാത്ത ഒരു മഹാപ്രസ്ഥാനമായി KMCC മാറിയിട്ടുണ്ട്. അതിലൊരു കണ്ണികളാവുക എന്ന്, അതിലൊരു ഭാരവാഹികളാവുക അല്ലെങ്കിൽ ഒരു പ്രവർത്തകരാവുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണത്. അൻവർ ചേരങ്കൈ അധ്യക്ഷത വഹിച്ചു. സിദ്ദിഖ് ബേക്കൽ, മുഹമ്മദ് കുന്നിൽ, KB അഷ്റഫ്, ഷെഫീഖ് പീബീസ്, ഹാരിസ് കമ്പാർ, മുജീബ് കമ്പാർ, നൗഫൽ പുത്തൂർ, അർഫാത്ത് കമ്പാർ, അഫ്രാസ് കുന്നിൽ, അസ്ഫർ മച്ചൽ, ത്വൽഹത്ത് കമ്പാർ, ലത്തീഫ് പടിഞ്ഞാറ്, ഷുയിൽ നൈമു മച്ചൽ, ഹസീപി അബ്ദുല്ല, ഖാദർ കടവത്ത്, മൊയ്തു കല്ലങ്കൈ എന്നിവർ സംബന്ധിച്ചു. ദുബായ് KMCC പഞ്ചായത്ത് ട്രഷറർ ജലാൽ കുന്നിൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഖാദർ മൊഗർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. കാസർഗോഡ് സിറ്റി ടവറിൽ നടന്ന സംഗമത്തിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഇസ്ലാം മത വിശ്വാസികളുടെ പുണ്യമാസമാണ് റംസാൻ. ഈ മാസത്തിലെ പ്രധാന ആചാരങ്ങളിലൊന്നാണ് റംസാൻ നോമ്പ്. ആത്മനിയന്ത്രണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ ഉപവാസവും. റമദാൻ ആദ്യ വാരം മുതൽ തന്നെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നോമ്പുതുറകൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. കുമ്പള ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് സിറ്റി ടവറിൽ നടന്ന നോമ്പുതുറയിൽ നിരവധി പേർ പങ്കെടുത്തു. AKM അഷ്റഫ് MLA മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, ഷാനവാസ് പാദൂർ, മുൻ MLA KV കുഞ്ഞിരാമൻ, കുമ്പള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസർ മൊഗ്രാൽ, ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് സാഹിർ, COA മിഥുൻ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ശാംഭവി H. അലി,
ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ ഗ്രൂപ്പിന്റെ കീഴിലുള്ള നിരവധി ഡോക്ടർമാരും സ്റ്റാഫ് അംഗങ്ങളും പ്രമുഖ വ്യക്തികളും സംഗമത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തരങ്കിണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സുബ്ബയ്യ കട്ടയുടെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേരാണ് നോമ്പുതുറയിൽ പങ്കെടുത്തത്. വിശുദ്ധ റമദാൻ 29-ാം രാവിൽ തരങ്കിണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സുബ്ബയ്യ കട്ടയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ രാഷ്ട്രീയ സാമൂഹ്യ മതരംഗത്തുള്ള പ്രമുഖരുടെ ഒത്തുകൂടലായി. സുബ്ബയ്യ കട്ട റിഫയ്യ പള്ളി മുദ്രീസ് ഹമീദ് മദനി ഉദ്ഘാടനം ചെയ്തു. പെർമുദി ചർച്ച് ഫാദർ ഹെറാൾഡ് സോസ, മലബാർ ദേവസ്വം ബോർഡ് അംഗം എം ശങ്കറായി മാസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, മറുവള നാരായണ ഭട്ട്, റിഫഹിയ പള്ളി പ്രസിഡന്റ് BK ഖാദർ ഹാജി, BA ഖാദർ, പൈവെളികെ പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി, സെഡ്ഡെ കയ്യാർ, അബ്ദുൾ റസാഖ് ചിപ്പാർ, അശോക ഭണ്ഡാരി, ബഷീർ BA, ലത്തീഫ് BA എന്നിവർ പങ്കെടുത്തു. ക്ലബ്ബ് പ്രസിഡന്റ് പ്രകാശ് റൈ BG അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റഹീം ARS സ്വാഗതവും ശിവപ്രസാദ് ഷെട്ടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSSPA ഉദുമ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി. അവഗണനയ്ക്കും നീതി നിഷേധത്തിനുമെതിരെയായിരുന്നു ജാഥ സംഘടിപ്പിച്ചത്. കോളിയടുക്കത്ത് നിന്നുമാണ് വാഹന പ്രചരണ ജാഥ ആരംഭിച്ചത്. UDF ചെയർമാൻ കല്ലട്ര അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ ഇന്നത്തെ ഈ നിലപാടിൽ പേടിച്ചുകൊണ്ടാണ് ഒരു വാഹനജാഥ ഇവരെ നടത്താൻ തീരുമാനിച്ചത്. ജനങ്ങളെ കണ്ട് ഇന്നത്തെ ചുറ്റുപാടുകളെ കുറിച്ച് അവരെ ധരിപ്പിക്കുകയും ഈ ആവശ്യം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു ജാഥ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. യോഗത്തിൽ V ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. C രാജൻ പെരിയ, ജില്ലാ പ്രസിഡന്റ് PC സുരേന്ദ്രൻ നായർ, MK ദിവാകരൻ, N ബാലചന്ദ്രൻ നായർ, കൃഷ്ണൻ ചട്ടഞ്ചാൽ, കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി, TK എവ്ജീൻ, C അശോക് കുമാർ, ബാബു മണിയങ്ങാനം, PP ബാലകൃഷ്ണൻ, VK കരുണാകരൻ, ശൈലജാകുമാരി, KV വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉദിനൂർ പരത്തിച്ചാൽ അവാഷ് മസ്ജിദിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. ഉദിനൂർ കാത്തിമുൽ ഇസ്ലാം ജമാഅത്ത് പ്രസിഡന്റ് MC മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ഉദിനൂർ പരത്തിച്ചാൽ അവാഷ് മസ്ജിദിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. ഉദിനൂർ കാത്തിമുൽ ഇസ്ലാം ജമാഅത്ത് പ്രസിഡന്റ് MC മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളും പ്രദേശത്തെ വിവിധ സമുദായ കമ്മിറ്റി, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ പങ്കെടുത്ത ഇഫ്താർ സംഗമത്തിൽ അവാഷ് മസ്ജിദ് ഇമാം TP അബ്ദുൽ കരീം മൗലവി റംസാൻ സന്ദേശം നടത്തി. ഉദിനൂർ ജമാഅത്ത് സെക്രട്ടറി AG മൊയ്തീൻ, CK ഹമീദ് ഹാജി, N മൊയ്തു, M വഹാബ്, മൊയ്തു കടവത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചൂടിൽ ദാഹിച്ചു വലയുന്ന കിളികൾക്ക് നീർക്കുടമൊരുക്കി BNI കാസർഗോഡ് റീജിയൻ ഡൈനാമിക് ചാപ്റ്റർ. കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് കിളികൾക്കായി നീർക്കുടം ഒരുക്കിയത്. ചുട്ടുപൊള്ളുന്ന ഈ വേനൽക്കാലത്ത് നമ്മളെ പോലെ തന്നെ നമ്മുടെ സഹജീവികളും ഒരു തുള്ളി ദാഹജലത്തിനായി നെട്ടോട്ടമോടുന്ന ഈ സമയത്ത് കരുതി വെക്കാം ഒരു തുള്ളി വെള്ളം അവർക്കായി എന്ന സന്ദേശമുയർത്തിയാണ് ബിസിനസ് ഉടമകളുടെ സംഘടനയായ BNI കാസർഗോഡ് റീജിയൻ ഡൈനാമിക് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പക്ഷികൾക്കായി കിളികൾക്കൊരു നീർക്കുടമെന്ന പരിപാടിക്ക് തുടക്കമിട്ടത്. അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രസിഡന്റ് അഷ്റഫ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ചാപ്റ്റർ സെക്രട്ടറി മധു സുരഭി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ചീമേനി ചെമ്പ്രകാനത്ത് അമ്മയെയും 2 മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. അമ്മയെ കൈഞ്ഞരമ്പ് മുറിച്ച് തൂങ്ങി മരിച്ച നിലയിലും മക്കളെ വിഷമകത്ത് ചെന്ന് മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ M രമയ്ക്കെതിരെയുള്ള മുഴുവൻ അച്ചടക്ക നടപടികളും ഹൈക്കോടതി റദ്ദ് ചെയ്തു. സർക്കാർ സമർപ്പിച്ച കുറ്റപത്രം ഉൾപ്പെടെയാണ് റദ്ദ് ചെയ്തത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ചിത്രം തെളിഞ്ഞു. മത്സര രംഗത്ത് 9 പേർ. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘനം. കാസർഗോഡ് മണ്ഡലത്തിലെ NDA UDF സ്ഥാനാർത്ഥികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ്.
പാനൂർ ബോംബ് സ്ഫോടനം. സംഭവത്തിന് പിന്നിൽ പി ജയരാജനും പിണറായി വിജയനുമെല്ലാം പങ്കുണ്ടെന്ന് AP അബ്ദുല്ലക്കുട്ടി. കുമ്പളയിലും പരിസര പ്രദേശങ്ങളിലും കവർച്ച പെരുകുന്നത് ആശങ്ക ഉയർത്തുന്നു. ഒരു മാസത്തിനിടെ മാത്രം നടന്നത് 3 കവർച്ചകൾ. കാസർഗോഡ് പൈവെളികയിൽ സ്ഫോടക വസ്തുക്കളുമായി 2 പേർ പിടിയിൽ. കരിങ്കൽ ക്വാറിയിലേക്ക് അനധികൃതമായി കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കളാണ് പിടികൂടിയത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.